ദൈവമായ കർത്താവേ, കൽപ്പന പ്രകാരം ചാഴ്ചാൾ ജഗത്തിൽ യാത്രയായ ദാസി സന്യാസിനിക്ക് നിന്റെ സ്വർഗീയ സേനകളുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഈ മൃതശരീരത്തിന്മേലൊഴിക്കപ്പെടുന്ന എണ്ണമൂലം വായുമണ്ഡലത്തിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളായ ദാസ് പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധനോടുകൂടിയുള്ള ആനന്ദം സന്യാസിനിക്ക് നൽകണമേ. ഈ നിന്റെ മകൾ സന്തോഷപൂർവ്വം നിനക്ക് നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധർക്കായി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശുദ്ധരോടുകൂടിയുള്ള സൗഭാഗ്യത്തിനായി നിത്യജീവനായി വിളിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. വീണ്ടും നീ നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നീ അറിയിച്ച പ്രകാരം കർത്താവേ, തിരുവിധമിതാ നിറവേറിയിരിക്കുന്നു. ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായി വരുവാനിരിക്കുന്നവരുമായ കർത്താവേ, നിരതിരുനാമത്തെ സ്തോത്രം ചെയ്യുവാൻ കാലഗ്രഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക്
എന്നേക്കുമുള്ള ശരണമേ, നിനക്ക് സ്തുതി പാലിക്കുമോ. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഞങ്ങളുടെ സ്തുതിയും ഭൂമിയിൽ സമാധാനവും ശാന്തി മനുഷ്യമക്കൾക്ക് നിലനിൽക്കട്ടെ. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവിന്റെയും യേശുമിശിഹായ ഏകപുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവിന്റെയും പരിശുദ്ധവുമായ കൂടെ നിന്റെ മഹത്വത്തിന് വരുത്തുന്നുവെന്നും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവരും വഹിച്ചവരുമായുള്ളവേ, നിന്റെ ചെവി ചായച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു, പരിശുദ്ധവുമായോടുകൂടി യേശുമിശിഹായായ നീ മാത്രം കർത്താവാകുന്നു. പിതാവായ ദൈവത്തിന് മാത്രം ആമേൻ. നിന്റെ നാമം സ്തുതിക്കപ്പെട്ടതും സ്തുതികൾ